യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും സ്വർഗത്തിലെ ദൈവം, വലിയവനായ ദൈവം എനിക്കും നിങ്ങൾക്കും നല്ലൊരു അവസരവും സമയവും ആയുസ്സും ആരോഗ്യവും ഒക്കെ തന്നിരിക്കുന്നതിനാൽ നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. എല്ലാ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരുപാട് പേർ ഈ വചനം കേൾക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരാൾ അത്ഭുതത്തോടെ പറഞ്ഞു, ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ വചനം കേൾക്കുന്നുണ്ടല്ലോ, അത്ഭുതമായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അതിന് കൊടുത്ത മറുപടി, ദൈവം തൻ്റെ വചനത്തോട് ചേർത്ത് നിയോഗത്തോടെ നിർത്തിയവരാണ്. അതിലോരോ വ്യക്തികളും, ഓരോ കുഞ്ഞുങ്ങളും, ഓരോ മാതാപിതാക്കളും, ഓരോ യുവതി യുവാക്കളും, ഓരോ കുടുംബവും ദൈവം നിയോഗത്തോടെ ചേർത്ത് വച്ചവരാണ്. ദൈവനിയോഗത്തോടെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കാൻ ചേർത്ത് നിർത്തിയവരാണ്. ജീവിതത്തിൻ്റെ പല സമയങ്ങളിലും അത് ശ്രദ്ധയോടെ കാണുന്നത്, കേൾക്കുന്നത്, അയച്ചു കൊടുക്കുന്നത് ദൈവം നിർത്തിയവരാണ്. അല്ലെങ്കിൽ അതൊരു ദിവസം ചെയ്യുള്ളൂ, അല്ലെങ്കിൽ 10 ദിവസം ചെയ്യും. ദിവസങ്ങളോളം ചെയ്യണമെങ്കിൽ, അങ്ങനെ തോന്നണമെങ്കിൽ പോലും ദൈവം ചേർത്ത് നിർത്തിയത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ കരം നിങ്ങളെ സഹായിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ അറിയുന്നുണ്ടായിരിക്കില്ല, ചിലപ്പോൾ ആ വചനം കേട്ട് ഒരുപാട് പേർ ആശ്വസിക്കുന്നുണ്ട്. ആ വചനം കേട്ട് ഒത്തിരി പേർ ജീവിതത്തിൽ ബലപ്പെടുന്നുണ്ട്. ഒരുപാട് പേർ പ്രത്യാശ അനുഭവിക്കുന്നുണ്ട്. ആ വചനത്തിലൂടെ അനേകർ ജീവിതത്തിൽ ദൈവികമായൊരു അനുഗ്രഹവും വിടുതലും സൗഖ്യമൊക്കെ നമ്മളിലൂടെ, നിങ്ങളിലൂടെ അനുഭവിക്കുന്നുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും അതിന് മതിയാകത്തില്ല. ദൈവത്തിന് മാത്രം മഹത്വമുണ്ടായിരിക്കട്ടെ. നമുക്കിന്ന് വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്നിവിടെ പ്രാർത്ഥനയുള്ള ദിവസമാണ്. ധാരാളം ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നൊരു ദിവസമാണ്. നിങ്ങളെ കൂടി ആ പ്രാർത്ഥനയിൽ ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷയോടെ വചനം കേൾക്കാം. ഉൽപ്പത്തി പുസ്തകം 21-ാമത്തെ അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുകയാണ്. ഇതിനു മുമ്പ് ഈ വചനം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ വചനം പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ ആ വചനത്തിൽ നിന്ന് ഒരു പുതിയ കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഇന്ന് ആ വചനം ധ്യാനിക്കാൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മൾ ആ വചനം ശ്രദ്ധിക്കണമെന്ന്. 21-ാം അധ്യായം 14-ാമത്തെ വാക്യം, അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് കുറെ അപ്പവും ഒരു തുകൽ സഞ്ചിയിൽ വെള്ളവും എടുത്ത് ഹാഗാറിൻ്റെ തോളിൽ വച്ചു കൊടുത്തു. മകനെയും ഏൽപ്പിച്ചിട്ട് പറഞ്ഞയച്ചു. അവൾ അവിടെ നിന്ന് പോയി ബേർഷെബ മരുപ്രദേശത്ത് അലഞ്ഞു തിരിഞ്ഞു നടന്നു. ഒരമ്മയും കുഞ്ഞും മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഒരു സമയം. എല്ലാം കൊണ്ടും ജീവിതത്തിൽ പരാജയപ്പെട്ട ഒരു സമയം. ഇനി എങ്ങോട്ടെന്നറിയില്ല, എന്തു ചെയ്യണമെന്നും അറിയില്ല. എല്ലാം നമ്മൾക്കറിയാം. വെള്ളത്തിൽ നീന്തലറിയാത്തവൻ മുങ്ങി താഴുന്നത് പോലെ പ്രതിസന്ധിയിൽ താണുപോയ ഒരു സാഹചര്യം. ആ സമയത്ത് 16-ാമത്തെ വാക്യം, കുഞ്ഞു മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞവൾ കുറെ അകലെ ഒരു അമ്പെയ്ത്ത് ദൂരെ ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു. കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. കുട്ടിയുടെ കരച്ചിൽ ദൈവം സ്വർഗത്തിൽ നിന്ന് കേട്ടു. ദൈവം കേട്ടു. സങ്കടങ്ങളിൽ മനസ്സലിയുന്നൊരു ദൈവം. മനോവേദനയിൽ മനസ്സിടിഞ്ഞവരുണ്ട്. മനസ്സിടിഞ്ഞവർ, മണ്ണിടിയുന്നത് പോലെ മനസ്സിടിഞ്ഞവരുണ്ട്. മനസ്സ് വേദനിക്കുന്നവർ പ്രാർത്ഥിച്ചാൽ അത് സ്വർഗം ദൈവം ഉടനെ കേൾക്കുമെന്നതിൻ്റെ തെളിവാണിത്. എപ്പോഴെങ്കിലും അല്ല ഈ പ്രാർത്ഥന കേട്ടത്, ഏതോ ഒരു സമയത്തല്ല. പ്രാർത്ഥിച്ച് കുറേ കഴിഞ്ഞപ്പോൾ ഒരു ഉത്തരം കിട്ടിയെന്നല്ല, പ്രാർത്ഥിച്ച ഉടനെ. നിങ്ങൾ വേദനിക്കുന്ന ഒരാളാണോ? വിഷമിക്കുന്ന ഒരാളാണോ? മനസ്സിടിഞ്ഞ ഒരാളാണോ? പ്രതീക്ഷകൾ, സ്വപ്നങ്ങളൊക്കെ തകർന്നതുപോലെ തോന്നുന്ന ഒരാളാണോ? നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ സ്വർഗം വേഗത്തിൽ ഇടപെടും.
വേഗത്തിൽ ദൈവം പ്രവർത്തിക്കും. വേഗത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നിനക്ക് അനുഭവിക്കാൻ കഴിയും. അത് വചനത്തിലൂടെ തെളിയിക്കുകയാണ്. സ്വർഗം കേട്ടു. ഇനി 18-ാമത്തെ വാക്യം, എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കുക. 19-ാമത്തെ വാക്യം, ദൈവം അവളുടെ കണ്ണ് തുറന്നു, അവൾ ഒരു കിണർ കണ്ടു, അവൾ ചെന്ന് തുകൽ സഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു. പ്രാർത്ഥിച്ചിടത്തു തന്നെയാണ് ഒരു ഉറവ തുറന്നത്. മരിച്ചു പോകുമെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു നന്മ ഉണ്ടായത്. തകർന്നു, പരാജയപ്പെട്ടു, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, എല്ലാം പോയതാ. ആ പറഞ്ഞ സ്ഥലത്താണ് ഒരു ഉറവ തുറന്നത്, ഒരു നന്മ തുറന്നത്. നിങ്ങളും ഒരുപക്ഷെ പ്രാർത്ഥിച്ചിരിക്കുമ്പോഴൊക്കെ തോന്നും, ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇനി എന്തു നടക്കാനാണ്? ദൈവമേ, ഇങ്ങനെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അവിടെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. അവിടെ തന്നെ നിങ്ങളൊരു നന്മ കൈവരും, അനുഭവിക്കും. മരുഭൂമിയിൽ ഒരു ഉറവ തുറന്നു. പ്രിയപ്പെട്ടവരെ, കരഞ്ഞെടുത്തു തന്നെ ഒരത്ഭുതം കാണാനിടയായത് പ്രാർത്ഥനയാണ്. വിഷമിച്ചെടുത്തു തന്നെ ഒരത്ഭുതം കണ്ടു. സങ്കടപ്പെട്ട സ്ഥലത്തു തന്നെ ഒരത്ഭുതം കണ്ടു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഉറവ ദൈവം അവിടെ തുറന്നു. അത് ഒരു നന്മയ്ക്കും അനുഗ്രഹത്തിനും കാരണമായി. ഒരു ഉറവ തുറന്നു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചിടത്താണ്, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവം നന്മയെ തുറക്കും, അനുഗ്രഹങ്ങളെ തുറക്കും. ഒരു ഉറവ തുറക്കുന്ന പോലെ ജീവിതത്തിൽ ചില നന്മകൾ തുറന്നു വരുന്നത് കാണാൻ കഴിയട്ടെ. ജീവിതത്തിൽ ചില അനുഗ്രഹങ്ങൾ തുറന്നു വരുന്നത് കാണാനിടയാകട്ടെ. ജീവിതത്തിൽ ചില സൗഖ്യങ്ങൾ ഉണ്ടായി വരുന്നത് കാണാനിടയാകട്ടെ. ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറിപ്പോകുന്നത് കാണാനിടയാകട്ടെ. ഉറവകൾ തുറക്കുന്നത് അവൾ കണ്ടു. ഉറവ തുറന്നത്, അനുഗ്രഹം ഉണ്ടായത്, നന്മ ഉണ്ടായത്, ഭവനത്തിൽ മാറ്റമുണ്ടായത്, വ്യക്തിക്ക് മാറ്റമുണ്ടായത്, വരുമാനത്തിൽ മാറ്റങ്ങളുണ്ടായത്, സമ്പത്തിൽ മാറ്റമുണ്ടായത്, ബിസിനസ്സിൽ മാറ്റമുണ്ടായത്, വിദ്യാഭ്യാസത്തിൽ മാറ്റമുണ്ടായത്, നന്മ തുറക്കുന്നത്, നന്മയുള്ള ഒരു മാറ്റം ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഉണ്ടാകുന്നത് കാണാൻ ഇടവരട്ടെ. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചെടുത്ത് ദൈവം ഒരു അത്ഭുതം ചെയ്തു. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഏറ്റവും വില കുറഞ്ഞ ഒന്നായോ നിസ്സാരമായോ കാണരുത്. കാരണം ദൈവം ഇതിനെ കാണുന്നത് വിലയുള്ളതായിട്ടാണ്. ദൈവത്തിൻ്റെ വചനമാണ്, അതിന് വിലയുണ്ട്. അതിന് വില കൊടുക്കുന്നവരാണ് നിങ്ങൾ. ആ വിലയാണ് നാളെ നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി വെളിപ്പെടാൻ പോകുന്നത്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ വ്യക്തി ചിന്തിച്ചു, ഈ മരുഭൂമിയിൽ കുഞ്ഞു മരിച്ചു പോകും, ഒരുപക്ഷെ ഞാനും പട്ടിണി കിടന്ന് മരിക്കും, എനിക്ക് ആരുമില്ലല്ലോ എന്ന് ചിന്തിച്ച ആ വ്യക്തിക്കാണ് സർവശക്തനായ ദൈവത്തിൻ്റെ സഹായവും കൂട്ടും കിട്ടിയത്. നിങ്ങൾ ആരുമില്ലെന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളാണോ? ദൈവത്തിൻ്റെ ഒരു കൂട്ട് നിൻ്റെ കൂടെ ഉണ്ട്. ദൈവത്തിൻ്റെ ഒരു സഹായം ആർക്കും കിട്ടുന്നേക്കാൾ കൂടുതൽ നിനക്ക് ആദ്യം കിട്ടുന്നേ. മരുഭൂമിയിൽ ആര് സഹായിക്കാനാ, എന്നെ ആര് സഹായിക്കാനാ എന്നൊക്കെയാണ് നമ്മളും ചിന്തിക്കുന്നത്. പക്ഷെ ദൈവമുണ്ട് എന്നെ സഹായിക്കാൻ. ദൈവത്തിൻ്റെ കരമുണ്ട് എൻ്റെ കൂടെ കൂട്ടിന്. ദൈവമുണ്ട് എൻ്റെ കൂടെ കൂട്ടിന്. പ്രാർത്ഥിച്ചെടുത്ത് ഒരത്ഭുതം, ഒരു ഉറവ തുറന്നത് കണ്ടു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ ഒരു ഉറവ തുറക്കുന്നത് കാണാൻ കഴിയണം. അത്ഭുതങ്ങളുടെ ഉറവ തുറക്കണം. ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഒരു ഉറവ തുറക്കണം. എവിടെയും സങ്കടപ്പെടാൻ പാടില്ല ഈ പ്രിയപ്പെട്ടവർ. കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ ഈ ലക്ഷക്കണക്കിന് ആളുകളെ, ഈ വചനം അയച്ചു കൊടുക്കുന്നവർ, ശ്രദ്ധിക്കുന്നവർ, സ്റ്റാറ്റസ് ഇടുന്നവർ, ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്നവർ, ദൈവമേ, അങ്ങയുടെ വചനത്തിന് അത്രയും വില കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിയണം ഒരു ഉറവ തുറക്കുന്നത്, അനുഗ്രഹത്തിൻ്റെ ഉറവ തുറക്കുന്നത് കാണാൻ കഴിയണം. അത് അനുഭവിക്കാൻ കഴിയണം, അതിൽ ജീവിക്കാൻ കഴിയണം. ഈ ജനത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ ഇന്നത്തെ ദിവസം അനുഗ്രഹമാകട്ടെ.
നിങ്ങളുടെ ഇന്നത്തെ ദിവസം ഒരു വിടുതലാകട്ടെ. ഇന്നത്തെ ദിവസം നന്മയാകട്ടെ. നമുക്ക് ഈശോയുടെ ആശീർവാദം വചനത്തിലൂടെ സ്വീകരിക്കുമ്പോൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തെ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, മഴയും വെള്ളവും കാറ്റും ഒക്കെ ഉള്ള പ്രതിസന്ധിയുടെ കാലത്തിൽ സമയത്താണ് ഉള്ളത്. പലരും അവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകണമേ. പകർച്ചവ്യാധികളിൽ നിന്നെല്ലാം കാത്തു സംരക്ഷിക്കണമേ. രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ നിന്നും ഒക്കെ ഞങ്ങളെ സംരക്ഷിക്കണമേ. ദാരിദ്ര്യം കൂടാതെ അത്ഭുതകരമായി രക്ഷിക്കണമേ. ഈ പ്രശ്നത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഈ പ്രതിസന്ധി ഞങ്ങളെ രക്ഷിക്കണമേ. ഇന്ന് കേട്ട വചനം ഒരത്ഭുതം കാണാനും ഒരത്ഭുതം നടക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയാകണമേ. ഈശോയുടെ നാമത്തിൽ ഏൽപ്പിക്കുന്നു, ഈശോയുടെ നാമത്തിൽ ഏൽപ്പിക്കുന്നു. ദീർഘായുസ്സും ആരോഗ്യവും തരട്ടെ, സമ്പത്തും ഐശ്വര്യവും ദൈവം അറിഞ്ഞു തരട്ടെ, വിശ്വാസത്തിൽ വളരാനുള്ള കൃപ തരട്ടെ, വചനത്തിൽ ആഴപ്പെടാനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഈ വചനം അയച്ചു കൊടുത്തവർ, സ്വീകരിച്ചവർ, കാണുന്നവർ, കേൾക്കുന്നവർ, പങ്കെടുക്കുന്നവർ സകലരും അനുഗ്രഹിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ധാരാളം ആളുകൾ പ്രാർത്ഥിക്കുന്നു. ആ കൂട്ടത്തിൽ നിങ്ങളെ ഓർക്കുന്നുണ്ട്. ഇന്ന് യോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നൊരു വെള്ളിയാഴ്ചയാണ്. ഒത്തിരി അത്ഭുതങ്ങൾ കാണാൻ ഇടവരും, ഒത്തിരി സാക്ഷ്യങ്ങളുണ്ടാകും. ദൈവത്തിൻ്റെ സഹായം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമാണ്. അനേകർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളിലൂടെയും അനേകർ ദൈവത്തിൻ്റെ വചനം കേട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. നാളെ നമുക്ക് 5:30 ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.